ഇനി ഒന്നിച്ചെടുക്കുമ്പോൾ ഒരുമിച്ചടക്കേണ്ട. സഹാറ സ്റ്റോൺസ്, ഓപ്പോസിറ്റ് തേക്ക് മ്യൂസിയം, നിലമ്പൂർ. മറ്റൊരു വാർത്തയാണ്. വന്യമൃഗശല്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെയാണ് ഈ വാർത്ത വരുന്നത്. ഇത് ചുങ്കത്തറ മുണ്ടപ്പാടത്ത് നിന്നുമാണ്. ചുങ്കത്തറ മുണ്ടപ്പാടത്ത് ജനവാസ മേഖലയിൽ കാട്ടാനക്കൂട്ടത്തിൻ്റെ പരാക്രമം. ഇതുവരെ കാട്ടാന ഭീതി ഇല്ലാത്ത മേഖലകളിലാണ് കഴിഞ്ഞ ദിവസം ആനക്കൂട്ടം എത്തി വ്യാപകമായി നാശം വിതച്ചത്. കാട്ടാനക്കൂട്ടം ജനവാസ മേഖലകളിലേക്ക് കൂടി ഇറങ്ങുന്നത് പ്രദേശവാസികളെ ആശങ്കയിലാക്കിയിരിക്കുകയാണ്. ചുങ്കത്തറ മുണ്ടപ്പാടം മഞ്ചറയിൽ ചൊവ്വാഴ്ച രാത്രി 10:30യോടെയാണ് കാട്ടാനകൾ എത്തിയതെന്ന് പ്രദേശവാസികൾ പറയുന്നു. പള്ളിക്കത്തേതിൽ സാംകുട്ടി, മാന്തോണി ഹംസപ്പ എന്നിവരുടെ തോട്ടത്തിലെത്തിയ ആനക്കൂട്ടം കുലച്ചതും കുലയ്ക്കാറായതുമായ നിരവധി വാഴകളും കമുകുകളും നശിപ്പിച്ചു. ഇവരുടെ തോട്ടത്തിൽ കൃഷി ചെയ്തു വന്ന പച്ചക്കറികളും ആനക്കൂട്ടം നശിപ്പിച്ചിട്ടുണ്ട്. മുണ്ടപ്പാടത്ത് മഞ്ചേരിത്തൊടിക രാമചന്ദ്രൻ്റെ കൃഷിയിടത്തിലെത്തിയ ആന കുലച്ച് മൂപ്പത്താറായ നിരവധി വാഴകളും കപ്പ, ചേന, ചേമ്പ് എന്നിവയും നശിപ്പിച്ചു. കഴിഞ്ഞ വർഷവും കാട്ടാന ഇറങ്ങി ലക്ഷങ്ങളുടെ നഷ്ടം സംഭവിച്ചതായി രാമചന്ദ്രൻ പറഞ്ഞു. യാതൊരുവിധ സംരക്ഷണവും നാട്ടിലില്ല. കൃഷിക്ക് സംരക്ഷണം ഇവിടെ ഒരാൾ തരുന്നില്ല. അതിനെന്തെങ്കിലും ഒരു നല്ല പരിഹാരം കാണണം എന്നുള്ള ഒരാവശ്യം നമുക്കുള്ളത്. ഇപ്പോൾ കഴിഞ്ഞ വർഷം പോയി കുറേ കൃഷി, ഈ വർഷം കുറേ കൃഷി പോയി. ഞങ്ങൾ കൊടുക്കാനുള്ള ബാങ്ക് കൊടുക്കാനുള്ള എന്താണ് ഞങ്ങൾക്ക് ബാങ്കുകാർ ഒരു ഉറപ്പിക്ക് യാതൊരുവിധ സംരക്ഷണം ഞങ്ങൾക്ക് തരുന്നില്ല. അതിനെന്തെങ്കിലും എന്താണ് ഞങ്ങൾക്ക് കൃഷിക്കുള്ളൊരു സംരക്ഷണം സർക്കാരിൻ്റെ ഭാഗത്ത് ഉണ്ടാവും എന്നുള്ള ഒറ്റ ആവശ്യം നമുക്കുള്ളത്. നമ്മൾ പോയത് കഴിഞ്ഞ വർഷത്തെ കുറേ 2.5 ഏക്കർ 3 ഏക്കറോളം നെല്ല് പോയത്. ഈ വർഷം ഇപ്പോൾ നെല്ല് ഇപ്പം ഉണ്ടാക്കിയിട്ടില്ല. പക്ഷേ വാഴ ഒരു 100-300 വാഴയും കുറേ കപ്പയും ഇതും പോയി. കഴിഞ്ഞ വർഷം അതേമാതിരി 200-300 കപ്പയും പോയി, ഒരു 10-20-30 വാഴയും പോയത്. അത് പടുവാഴയ്ക്ക് ഇൻഷൂർ ചെയ്യാത്തതുകൊണ്ട് നമുക്കൊന്നും കിട്ടിയിട്ടില്ല. കൃഷിഭവനിൽ കൊടുത്തു, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ കൊടുത്തു, ഒന്നും നമുക്ക് കിട്ടിയിട്ടില്ല. കൈപ്പിനി മുണ്ടപ്പാടം റോഡരികിൽ കച്ചവടം നടത്തുന്ന ആൽപ്പാറ മധുവിൻ്റെ വളപ്പിലെ പ്ലാവ്, ചേനകൾ എന്നിവ നശിപ്പിച്ചു. മുണ്ടപ്പാടം കുന്നുമ്മലിൽ നിരവധി വീടുകൾക്കിടയിലെത്തിയ കാട്ടാനകൾ പ്രദേശവാസി ഷാഫിയുടെ വീട്ടുമുറ്റത്തെ 2 തെങ്ങുകൾ നശിപ്പിച്ചു. കുന്നുമ്മൽ കല്യാണി, കുന്നുമ്മൽ ശകുന്തള എന്നിവരുടെ വീടിന് സമീപം കൃഷി ചെയ്തിരുന്ന വാഴകൾ നശിപ്പിക്കുകയും പ്ലാവിൽ നിന്ന് ചക്ക പറിച്ച് ഭക്ഷിക്കുകയും ചെയ്തു. ആദ്യമായാണ് ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഈ മേഖലയിലേക്ക് കാട്ടാനകൾ എത്തുന്നതെന്ന് 60 വർഷമായി പ്രദേശത്ത് താമസിക്കുന്ന കല്യാണി പറയുന്നു. ഒറ്റയ്ക്കാണ് ഇവിടെ താമസിക്കുന്നത്. അപ്പോൾ എൻ്റെ വീട്ടിലേക്ക് കിടക്കാനാണ് കൊണ്ടുപോകും ഞാൻ. അപ്പോൾ രാവിലെ വന്നപ്പോഴാണ് അറിയുന്നത് ഇവിടെ ഇതൊക്കെ ഇങ്ങനെ ചെയ്ത് കിടക്കുന്നത്. അപ്പോൾ പന്നിയാണോ ആനയാണോ വന്ന് നോക്കി പറഞ്ഞപ്പോൾ ഞാൻ വന്ന് നോക്കിയപ്പോൾ ആനപ്പിണ്ടോ ഇതൊക്കെ കണ്ടപ്പോൾ ആനയാണെന്ന് മനസ്സിലായി. ഞങ്ങൾ 60-67 കൊല്ലമായി ആദ്യമായിട്ടാണ് കുറച്ച് ഒരു ആന ഒക്കെ വരുന്നത്. ഇന്നലെ രാത്രിയാണ് ഇവിടെ ആനക്കൂട്ടം ഇറങ്ങുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ സാധാരണ ഇങ്ങോട്ട് കയറാൻ സാധ്യത ഇല്ലാത്തൊരു സ്ഥലമാണ് ഇവിടെ. കാരണം ഇവിടെ നമ്മളെ കുറേ വീടുകളുണ്ട് ഇവിടെ. പിന്നെ ഒന്നാമത് പ്രായമായവരും സുഖമില്ലാത്തതൊക്കെ കുറേ ആൾക്കാരാണ് ഇവിടെ വന്നു കഴിഞ്ഞ് അഥവാ ആനേനെ കണ്ടു കഴിഞ്ഞാൽ മണ്ടാനോട്ട് പറ്റാത്തൊരവസ്ഥ തന്നെയല്ല. രൂക്ഷമായ കാട്ടാനശല്യമാണ് കൈപ്പിനി മുണ്ടപ്പാടം പ്രദേശങ്ങളിൽ ജനങ്ങൾ അനുഭവിക്കുന്നതെന്നും പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണാൻ അധികൃതർ തയ്യാറാകണമെന്നും ചുങ്കത്തറ ഗ്രാമപഞ്ചായത്ത് അംഗം MR ജയചന്ദ്രൻ ആവശ്യപ്പെട്ടു. ചുങ്കത്തറ പഞ്ചായത്തിലെ 18-ാം വാർഡിൽ മുണ്ടപ്പാടത്ത് നാളിതുവരെ ജനവാസ മേഖലയിൽ ഇറങ്ങാത്ത കേന്ദ്രങ്ങളിൽ ഇന്നലെ രാത്രി അർദ്ധരാത്രിയോടുകൂടി കാട്ടാനക്കൂട്ടം വന്ന് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ചെറിയ വീടുകളാണ് ഈ പ്രദേശത്തുള്ളത്, ഈ കുന്നിൻ്റെ മുകളിൽ. അവിടെ കാർഷിക വിളകളൊക്കെ നശിപ്പിച്ച് ഭീതി പരത്തിയിട്ടാണ് ആനക്കൂട്ടം മടങ്ങിയിട്ടുള്ളത്. ഇതിൻ്റെ പരിസര പ്രദേശങ്ങളിലൊക്കെ ഇതിനു മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ മേഖലയിലേക്ക് ആദ്യമായിട്ടാണ് വരുന്നത്. വലിയൊരു ജാഗ്രത ബന്ധപ്പെട്ട അധികൃതർ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാണിക്കേണ്ടതുണ്ട്.
ഇല്ല എന്നുണ്ടെങ്കിൽ ജനങ്ങൾക്ക് നേരെയുള്ള ആക്രമണവും ഉണ്ടാവും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഉത്തരവാദിത്തപ്പെട്ടവർ ഇതിൽ അടിയന്തരമായി ഇടപെടണം എന്നാണ് പറയാനുള്ളത്. നിലമ്പൂരിൽ സഹാറ സ്റ്റോഴ്സ് ഒരുക്കുന്നു പ്രീമിയം ക്വാളിറ്റി ടൈൽസുകളും ഗ്രാനൈറ്റ്, സാനിറ്ററി എന്നിവയുടെ വിപുലമായ ശേഖരം, അതും ഏറ്റവും കുറഞ്ഞ വിലകളിൽ. വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ ടൈൽസുകളും മറ്റും തവണ വ്യവസ്ഥയിലും ലഭ്യമാണ്. ഇനി ഒന്നിച്ചെടുക്കുമ്പോൾ ഒരുമിച്ചടക്കേണ്ട. കൂടുതൽ വിവരങ്ങൾക്കും മറ്റും ബന്ധപ്പെടുക 75920608 7593060088. സഹാറ സ്റ്റോൺസ്, ഓപ്പോസിറ്റ് തേക്ക് മ്യൂസിയം, നിലമ്പൂർ.